ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ കോളേജിൽ അടുത്ത ദിവസം ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ബയോ എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അതൊക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഈ വീഡിയോ എന്നാ ഇടാൻ പറ്റുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ചിലപ്പോൾ എക്സിബിഷൻ കഴിഞ്ഞായിരിക്കും ഇത് വരുന്നത്. അതുപോലെ നമ്മുടെ എക്സിബിഷൻ്റെ വീഡിയോയും എടുക്കണം, അതുപോലെ ഈ എടുക്കുന്നത് എഡിറ്റ് ചെയ്യണം. കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സിബിഷനൊരു 5-6 സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഒരു കൊക്കഡോമ, അതുപോലെ ഒരു ടെറേറിയം, പിന്നെ കുറേ സീഡ് ആർട്ട്, അതുപോലെ ലൈവ് ഷ്രിമ്പ് സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് സീഡ്സും അതുപോലെ കുറച്ച് ജെർമിനേറ്റ് ആയ സീഡ്സും അത് നമ്മൾ ആ എക്സിബിഷൻ്റെ ഒന്ന് കൊണ്ടുപോകാൻ നേരത്തെ കാണിക്കാം കേട്ടോ. അപ്പോൾ എക്സിബിഷൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പവറാക്കാൻ ഞാൻ ശ്രമിക്കും ഗൈസ്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സീഡ് ആർട്ടാണ് കേട്ടോ. ഒരു കഥകളിയുണ്ട്, അതുപോലെ 2 കണ്ണാടിയുണ്ട്. ഇത് ഞാനും അമ്മയും കൂടെ മാറി മാറി ചെയ്തതാണ് കേട്ടോ. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ സീഡ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അതായത് ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ കൊണ്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ തന്നെ കഥകളി നോക്കിയറിയാം, ചോളം, അതുപോലെ 2ാമത്തെ ലെയർ നമ്മുടെ സൂര്യകാന്തി, 3ാമത്തേത് നെല്ല്, പിന്നെ നടുക്ക് നാരങ്ങയുടെ വിത്തുണ്ട്. അതുപോലെ കഥകളിയുടെ ചുണ്ട് നമ്മൾ നമ്മുടെ റാഗി ഉപയോഗിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് കുറുമ്പുല്ലുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ കണ്ണ് ചെയ്തേക്കുന്നത് നമ്മുടെ എള്ളുപയോഗിച്ച്. സംഭവം എങ്ങനെയുണ്ട് ഗൈസ്? സെറ്റല്ലേ? നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയുക കേട്ടോ. അതുപോലെ നമ്മളൊരു കണ്ണാടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പോൾ ആ സെൻറ്ററിലിരിക്കുന്നത് നമ്മുടെ നോർമൽ മുഖം നോക്കുന്ന കണ്ണാടി തന്നെ. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ സീഡ് കൊണ്ട് ആർട്ട് ചെയ്തേക്കുവാണ്. ഏറ്റവും സെൻറ്ററിൽ കാണുന്ന സീഡ് മണിച്ചോളമാണ് കേട്ടോ. അതുപോലെ ചുറ്റും കാണുന്ന ആ വൈറ്റ് കമ്പെന്ന് പറഞ്ഞൊരു സീഡാണ്. അപ്പം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അറിയത്തില്ലാത്ത ഒരുപാട് പേര് കാണൂല, അവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ റെഡ് കളർ ഫിനിഷിങ് കൊടുത്തേക്കുന്നത് ആ സീഡ് നമ്മുടെ റാഗിയാണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ വാൽക്കണ്ണാടിയാണ് ഗൈസ്. ഇത് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് നെല്ല് ഉപയോഗിച്ചാണ് കേട്ടോ, ആ വൈറ്റ് കളർ കാണുന്നത്. അതുപോലെ ചുറ്റും കാണുന്നത് എള്ള്. ഇത് നമ്മുടെ സീഡ് ആർട്ടിനെ പോലെ തന്നെ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ ഗൈസ്, നമ്മുടെ ടെറേറിയമാണ്. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ടെറേറിയം തന്നെയാണ് കേട്ടോ. അത് ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആ സോയിലൊക്കെ കുറച്ചുകൂടെ കൂട്ടി കൊടുത്ത് ആ മോസൊക്കെ ഒന്ന് ഹൈറ്റായി നിൽക്കുന്ന പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചു. ചെറിയൊരു ബീച്ച് മോഡൽ ടെററിയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ബ്ലൂ കളർ കാണുന്നത് നമ്മുടെ സാൻഡാണ്, അക്വേറിയം സാൻഡാണ്. അതുപോലെ ആ കുറച്ച് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭിത്തിയിലേക്ക് കാണുന്ന മോസുണ്ട്, ക്ലേ ബോൾ എല്ലാം കൂടെ ഇട്ട് അറേഞ്ച് ചെയ്തു. അതിൻ്റെ അകത്ത് കാണുന്ന ഡിസൈനുള്ള പ്ലാന്റ് നമ്മുടെ നെർവ് പ്ലാന്റ് ആണ് കേട്ടോ, ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു കൊക്കഡാമ ഉണ്ടാക്കുവാണ് കേട്ടോ. നമ്മുടെ സ്പൈഡർ പ്ലാന്റ് വെച്ചൊരു കൊക്കഡാമ ഉണ്ടാക്കുവാണ്. അത് നമ്മുടെ മോസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ പെരപ്പൊക്കത്ത് കയറി എടുത്തതാണ്. ഏകദേശം അത് ഫിനിഷിങ് സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ലോങ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ കൊക്കഡാമ സെറ്റ് ചെയ്തപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മോസൊക്കെ നല്ല പച്ചപ്പോടെ തന്നെ കിട്ടി. അതുപോലെ നമ്മുടെ നെർവ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി യൂസ് ചെയ്തൊരു ബോട്ടിൽ ടെറേറിയം കൂടെ ചെയ്തിട്ടുണ്ടേ. ഇത് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടാം കേട്ടോ. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇതാണെന്ന് ആരും കരുതില്ല കേട്ടോ. നമ്മൾ പല പല ദിവസങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതാണ്. അതുപോലെ നമ്മുടെ എക്സിബിഷൻ കറക്റ്റ് പറയുവാണെങ്കിൽ 18-ാം തീയതിയാണ് കേട്ടോ. അതായത് നാളെ തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ആയിട്ട് അങ്ങനെ ഷ്രിമ്പിനെയൊക്കെ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവന്മാർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ ഒരു പ്ലാന്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ജെർമിനേറ്റ് ആയ സീഡ്സൊക്കെ ഇവിടെ ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയി പോകാണ്ടിരിക്കാൻ ഒരു പേപ്പറൊക്കെ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് ഗിരീഷേട്ടൻ രാവിലെ കോളേജിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ടെററിയുടെ ക്ലോസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊക്കഡാമ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചളുങ്ങാൻ ചാൻസ് ഉണ്ട്, മണ്ണല്ലേ.
പിന്നെ നമ്മുടെ ചുമല ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു കൂടി യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ പ്ലാസ്റ്റിക് അലൗഡ് അല്ല കേട്ടോ. ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ സീഡ് ആർട്ടൊക്കെ ഇവിടെ ഫയലിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് സ്കെച്ചും മാർക്കറും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീഡ്സൊക്കെ ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ്. അതായത് ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ എക്സിബിഷനോട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ്. ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.